ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടില്ല. കണ്ട, ഇതാണ് നമ്മളെ കല്ലുവിന്റെ ഇപ്പത്തെ അവസ്ഥ. അപ്പൊ എനിക്കാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. അപ്പൊ നമ്മൾ കല്ലുവിനെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. കുറച്ച് ടാസ്ക് ആണ്, കാരണം ആളിന്ന് രാവിലെ തൊട്ട് ഫുൾ അലമ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ എനിക്കാണ് ഇന്നലെ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ആള് പിന്നെ ലുലു മാളിൽ പോയിട്ട് മീൻ വാങ്ങാനായിട്ട് പോയതൊന്നുമല്ല, പക്ഷെ വെറുതെ പോയതേനും. പോയ സമയത്ത് മീൻ കിട്ടി, ഇതിന് കുറച്ച് കൊഞ്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ബിരിയാണി വെക്കാന്ന്. എനിക്ക് ബിരിയാണി വെക്കാൻ അറിയൂല, എന്ന് വെച്ചാൽ മീൻ ബിരിയാണി ഒന്നും വെക്കാൻ അത്ര അറിയില്ല. അപ്പം ഈ പോക്കിരീനെ കൊണ്ടുവന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കല്ലു മുറിഞ്ഞെടുത്ത് തട്ടല്ലണേ. അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പൊ കളിക്ക് നോക്ക്. പീക്കിരി രാവിലെ തന്നെ തുടങ്ങി മേക്കപ്പും എല്ലാ സാധനവും എടുത്ത് നടക്കല്. ഇല്ല കല്ലു? കല്ലു ഇങ്ങോട്ട് നോക്കിയാ. കല്ലു സേ ഹായ്. ഹായ്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പം പോക്കിരിനെ ഇവിടെ ഇരുത്താം. പൈസ തിരിയാണ്. നമ്മൾ ചോറ് വെക്കണ്ടേ? എങ്ങനെ വെക്കും? എങ്ങനെ വെക്കും? ഇവിടെ ഇരുന്നാ എനിക്ക് ചോറ് വെക്കാൻ പറ്റുവാ? അപ്പോൾ അങ്ങനെയല്ലാണ് ഗസ് അവസ്ഥ. അച്ഛ ഉച്ചക്ക് ചോറുന്ന വരുമ്പോ അപ്പ കൊടുക്കാൻ പറ്റൂല, എന്താക്കും? ടെൽ മീ ഡാ. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. ഫുഡാക്കണ്ടേ? ചോറ് വെക്കണ്ടേ കല്ലു? അപ്പൊ നമ്മള് ഇതാ ആകെ ഒരു ഇത്തിരി കുറച്ച് വാങ്ങിക്കുള്ളൂ, ഭയങ്കര പൈസയാ. അപ്പൊ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് വിദ്യയുടെ വാങ്ങിയതാ. ഭയങ്കര സെറ്റപ്പാട്ടാ. കൊറേ ഇതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളതൊന്നും നാട്ടിലത്തെ പോലെ അപ്പാട് വാരി പിടിച്ചൊന്നും തരുന്നില്ല. കൊറേ കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കവറ്, അതിൻ്റെ ഉള്ളിൽ നല്ലൊരു നോട്ട് ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കേണ്ട പണിയല്ലേ ഉള്ളൂ. യെസ് ബേബി. ഓ മൈ ഗാഡ്, അതിനുള്ളിൽ വീണ്ടും ഒരു കവർ. ഇതൊരു സമ്മാന പൊതി പോലെയായി. ഇതിൻ്റെ അകത്ത് ഇത്തിരി മീനാണുള്ളൂ. കിട്ടിയല്ലേ? ചോറി ചോറി ചോറി. ഇതൊക്കെ അല്ലേ? ഇതെന്താ ഇതെന്താ? അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യണം. അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് മീന്. ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മൾ മീന് ചോറിൻ്റെ അകത്തൊരു മീന് തലവ ഉണ്ടാവല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. കുറച്ച് കട്ടിങ് പണിയുണ്ട്. ഓലി ഇതിന്റെ മറ്റേ ഇതിന്റെ ഉള്ളിൽ താഴെ സാധനം മാത്രം വലിച്ചറിഞ്ഞിട്ടുള്ളൂ. സോറി 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 കല്ലു, സോറി സോറി. ഐ ആം ദ സോറി അലിയ. എന്നോട് ഇതിനെ കൂടെ കുത്തിപ്പോയി. I'm sorry അലിയ. ബേബി സിറ്റ് ഡൗൺ. ബേബി സിറ്റ് ഡൗൺ. കല്ലു ആടെ കുത്തിരിക്കണേ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞൂടാ. അച്ഛനാ? അച്ഛൻ എടുത്തു. അമ്മ
കല്ലു ഇത് ഫ്രീസ് ആയിപ്പോയി കല്ലു. ഇതെന്നാ ബാവ്. ഓ മൈ ഗോഡ് ഐസായിട്ട് കൈ മരയിച്ചു പോയി. കുറച്ച് വെള്ളാക്കട്ടല്ലേ. കല്ലു ബേബി, കല്ലു ബേബി, കല്ലോ കല്ലുമ്മ. മാറിപ്പോയിടോ. മൊത്തത്തില് കിളി പോയിട്ടുള്ളത്. കല്ലുസിനെ കാണുന്നില്ല. അയ്യോ വാ. Clap baby clap, clap your hands, clap your hands happily, clap baby clap. പഠി കല്ലു. കല്ലു rain rain പാടിയ. Rain rain go away, come again another day, little Kallu wants to play. Rain rain go away. Levello Kallu പൊന്നാ. Little Kallu wants to play. Rain rain go away. പാടൂ കുട്ടി, പഠിക്കോ പഠിക്കോ. ഇല്ല ടപ്പേ ടപ്പേ ആക്കും. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഓ യാ പറ കല്ലു. കല്ലു കല്ലു ഇംഗ്ലീഷ് പറയുന്നു കേട്ടോ ഗൈസ്. കല്ലു യു വാണ്ട് ദിസ്? യാ യാ എന്നറിയും കല്ലു. കല്ലു കല്ലു വാട്ട് ഇസ് യുവർ നെയിം? തായ. നോ ബേബേ. യു വാണ്ട്? ഐ വിൽ ഗിവ് യു. ഗൈസ് കല്ലുവിന് മൈക്ക് വേണം, നമുക്ക് വെച്ചു കൊടുക്കാം. കല്ലു എടുക്കാൻ പാടില്ല കേട്ടാ. അട വെക്കണോ? അട വെക്കണോ? വെക്കാനും പാടില്ല. എന്താ വരാത്തെ? ഊണായി ഊണായി. ഇനി പാട്ട് പാടി. Rain rain go away, come again another day. പാടി പാടി. അപ്പൊ നമ്മുടെ മീന് ഏകദേശം കഴിഞ്ഞു, കുറച്ചുള്ളൂ. ഇതിൽ കട്ട് ചെയ്ത് മറ്റേ തോലെല്ലാം പോക്കിട്ട് തന്നേ. പക്ഷെ എന്താന്നറിയോ, സെപ്പറേറ്റ് ആക്കിക്കില്ല. എനിക്കൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും ഞാൻ. നമുക്ക് തണുത്ത വെള്ളമായിട്ട് തമ്മേ മനസ്സായിട്ട് ഞാൻ അതാ ചാടി ചാടിക്കളയാനെല്ലാം തന്നെ. ഇത് ഇവിടെ വെക്ക്, ഇവിടെ ഇവിടെ തുപ്പാക്കിയിൽ വെക്ക്, തുപ്പാക്കിയിൽ. ഓക്കെ ഇനി എടുക്കാൻ പാടില്ല. നോ. ഹലോ ഫ്രണ്ട്സ് എന്ന് പറ പറ പറ. സുഖാണോ ചേക്ക്? വെച്ച പിന്നെ എടുക്കാൻ പറ്റൂല. എടുത്തോ എടുത്തോ അതിന് സാധനം. എന്ത് എടുത്താളഞ്ഞി ഉണ്ടാ ഇവിടെ വെക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട. നോഗേ നോ നോ നോ. വെള്ളം എന്നാ പറ. എടുക്കാൻ പാടില്ല. വെള്ളം പറ. വെള്ളം അല്ല വെള്ളം. നോ. വെള്ളത്തിൽ കളിക്കരുത്. എടുക്കരുത് കല്ലൂസയാ. അയ്യേ അമ്മയാണോ? അമ്മേനെ
വെയിറ്റ് അമ്മ ഇത് ഓഫ് ചെയ്യാൻ പോന്നാണേ. അതിന് കല്ലു അപ്പത്തിരി അപ്പത്ത് ഇവിടെ ഇരി. അപ്പൊ ഞാൻ ഇത് ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് മഞ്ഞളും മുളകും ഉപ്പെല്ലാം പെരക്കി കുറച്ചു നേരം വെക്കാം. എല്ലാം പൊട്ടിക്കുക. അപ്പോ എടെ ഉപ്പും മഞ്ഞളും മുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ അതാണ് ചെയ്യല്. കുഞ്ഞി പാക്കറ്റാ, വലുതുണ്ട്. അയ്യോ മുളക് എടുത്തടാ. എടുത്ത് നോക്കിയ പീക്കിരീനെ കുത്തക്കെട്ട് കൈകൾ ചമ്മീ എരിയൂല. എല്ലാം എടുക്കണം. അമ്മ എടുത്തോളൂ ട്ടാ. കല്ലോ അവിടെ സംസാരിക്കേ. അപ്പൊ മഞ്ഞളും മുളകും പിന്നെ ഇഞ്ചിയും ഉപ്പും ഇട്ടു. വേറെ നോട്ടിക്കില്ല. മീൻ മസാല ഉണ്ട് ഇവിടെ. ഇട്ട രസം ഉണ്ടാവും എന്തോ അറിയില്ല. എന്തായാലും ഇത് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ചേരം അങ്ങനെ വെക്കട്ടെ. ഇതൊന്ന് സെറ്റ് ആട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ഞാൻ ചെയ്യാം. അപ്പത്തേക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ട്. പാത്രം അല്ലേ അല്ലോ. പാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ പാത്രം രാവിലെ ചാവിച്ച് പാത്രം എടുത്തിട്ട് സമയത്ത് രാവിലെ സ്കൂളിൽ പോയി. പിന്നെ പോയി എന്നോട് കയറി പഠിക്കണം. ആ ഒക്കെ പോകണം. എല്ലാം പോകുമ്പോൾ അതിന് പോകണം. പിന്നെ ഫുൾ നീ ചാടിക്കാൻ ഞാൻ പാത്രം ചെയ്യാൻ ഇവിടെ അപ്പത്തേക്കും വെച്ചിട്ട് എന്ത് വാങ്ങിക്കാൻ പറ്റില്ല. നല്ല എല്ലാം വാങ്ങി കളിക്കും. വീട്ടിൽ അവിടെ കണ്ടുപിടാനായിട്ട് കഴിഞ്ഞ ഉണ്ടാവും. മെയിൻ ആയിട്ട് കഴിയും. അതാണ് മെയിൻ പ്രശ്നം. ചാവിലെ സ്കെച്ചും ആ മറ്റേ സാധനം എല്ലാം കഴിക്കും. അങ്ങനെ വീട്ടിൽ എടുത്തു. വീട്ടിൽ പോയോ എവിടെ പോയി വീട്ടിൽ കാണില്ല. ആരും വീട്ടിൽ കപ്പ മറ്റേ ചായ വാടി എന്നാ അതേ ഇരുന്നേ. ഇവിടെ ഇങ്ങനെ വെച്ച് പിന്നെ പണിയെടുത്ത് പാത്രം ആരും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്ത് നടക്കാം. ആ അല്ല മറിച്ച് അമ്മ കേട്ടാ ആടെ വെക്ക്. കുറച്ചെടുക്ക്. ഇത് നല്ല പാത്രം കാത്തിയ ഇനി പിന്നെയും കുളിപ്പിക്കണ്ട. വെള്ളം മാറിക്കല്ലേ. നിലയെല്ലാം തുറക്കേണ്ടി കഴിഞ്ഞ ഇട്ടേ ഇട്ടു. തപ്പേ പൂവുമ്പളി തലകുത്തി ഇതിങ്ങണ്ട് അമ്മ വെക്കട്ടെ ഇവിടെ. ഗുഡ് ഗേൾ ആണ്. അപ്പൊ ബാഡ് ഗേൾ ആയിപ്പോയി. എന്തല്ല ആ മതി പിടി. അതെ പൊട്ടില്ല അത് പൊട്ടില്ല. ആയിട്ടാ സോപ്പ് അങ്ങ് വായി കാര്യം. താങ്ക് യു. ഞാൻ കല്ലുവിനെ ഇറക്കി വിട്ടു. കല്ലുവിനോട് നിർത്തിയ എനിക്ക് ഇരട്ടി പണിയായതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടു. ഇനി കുറച്ച് പാത്രം കൂടി കകാനുണ്ട്. അത് പിന്നെ കകാന്ന് വിചാരിച്ചു. നമുക്ക് ഇനി ഉള്ളി മുറിച്ച് വെക്കാം. അങ്ങനെ കണ്ട ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു 3 ഉള്ളി എടുത്തു. ഹലോ ഓ ശരി ചെറുതേ
കല്ലൂന്ന് വിളിച്ചപ്പോ എന്നോട് ചെറുതേന്ന് വിളിക്കാൻ. ചെറുതേ, ഏത്ത അമ്മന്റെ ചെറുതേ, ചെറുതിന് കാണാനില്ലല്ലോ. ചെറുതേ കാണാനില്ലല്ലോ, എവിടെയാ? കണ്ടേ, കണ്ടു കണ്ടു കണ്ടു. ഇതല്ലേ പാടയുണ്ട്. ഒളിച്ചേ, കണ്ടേ, ഒളിച്ചേ, കണ്ടേ. പ്രൊഫഷണൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ എന്റേതായ രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കും. പക്ഷെ കുഴപ്പമില്ലാത്ത ടേസ്റ്റിൽ ഉണ്ടാവലുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കാം. പിന്നെ കൊഞ്ച് വെച്ചിട്ട് ബിരിയാണി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അച്ഛനെടുത്തു. അച്ഛൻ ജോലിക്ക് പോയില്ലേ? കല്ലുമ്മ, കല്ലുമ്മ കണ്ണേരിയാൻ തുടങ്ങി. എന്തിനാ കല്ലു കരയുന്നെ? ഉണ്ടാക്കി കരയുന്നു ഗൈസ്. കല്ലു ആട്ടിട്ട് ബാബാ പോങ്ങണ, ആട്ടിട്ട് ബാബ പോങ്ങണ, ആട്ടാട്ടോ ആട്ടിരാട്ടോ. ശരി മോങ്ങ. ഓക്കെ ബാബ ഉറങ്ങ. കല്ലു ഉങ്ങിപ്പോയാ? കല്ലുന്റെ കോല നോക്കിയുള്ള കൺമശി എല്ലാം ഭാരത്തി വെച്ചിട്ട് കല്ലു ഉങ്ങിയാ? ആരുമുണ്ടത്, ആരുമുണ്ടത്, ആകാശത്തെ പക്ഷി പോലെമുണ്ടത്. കല്ലുങ്ങിയാ? കല്ലുങ്ങിയാ? ചാരുങ്ങിയാ? കല്ലുങ്ങിയാ? നോക്കട്ടെ 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 നോക്കട്ടെ. അയ്യോ കണ്ണ് തോന്നിച്ചോങ്കില്. കല്ലുങ്ങിയാ? ഒങ്ങിപ്പോയി മക്കളെ. വാവാവോ ആട്ടാട്ടങ്കല്ലു ആട്ടാട്ടോ, ആട്ടാട്ടങ്കല്ലു ആട്ടാട്ടോ. അപ്പൊ ഞാൻ അവിടുന്ന് ഉള്ളി മുറിച്ചിട്ടോണ്ടിരിക്കുന്ന സമയത്ത് കല്ല് പറയുന്നു കല്ലുവിന് ആട്ടാട്ടം ബാവ ഉറങ്ങണമെന്ന്. അപ്പം എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആണ്. ഓള് കുറച്ചു നേരം ആടി 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 അങ്ങ് ഉറങ്ങും. കാരണം എനിക്ക് ഇവിടെ കുറെ തുണിയെല്ലാം ഒരുപാട് പണികളുണ്ട്. തുണിയെല്ലാം എടുത്തിട്ട് ഇവിടെ കിടക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് മടക്കി വെക്കണം, ചോറ് വെക്കണം, പിന്നെ കുറച്ചുകൂടി പാത്രം കഴുകാണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പിന്നെ ഫ്രീ ആവേ. പക്ഷെ അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ എടുക്കാൻ പറ്റൂലല്ലോ എന്ന് വെച്ചിട്ട് അവളെ കരയിപ്പിച്ചിട്ട് ഞാൻ എടുക്കലുമില്ല. കുറെ നേരം ഇങ്ങനെ എൻ്റെ കൂടെ ഇരുത്തും. അപ്പം കുറച്ച് പണിക്കെല്ലാം കൂടിയിട്ട് പിന്നെ എന്താക്കുമെന്ന് വെച്ചാല് കരഞ്ഞിട്ട് ഇടങ്ങാറാക്കുന്നതാണ്. പിന്നെ അവിടെ ഇടും. ആരെങ്കിലും ഉള്ള സമയത്ത് എടുക്കുള്ളൂ. അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ആരെയും പേടിച്ചിട്ട് ഇപ്പൊ പണി തീർക്കണം എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആണ്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ എടുക്കും. എനിക്ക് ഇനിയിപ്പോ പണി ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവിടെ തന്നെ ഇടും, കല്ലുനെ നോക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ കുഞ്ഞിനെ വേഗം ഒന്ന് ഉറക്കി കൊടുക്കാം. വേഗമല്ല, ഉറക്കം വരുന്ന വരെ ഒന്ന് ആട്ടി കൊടുക്കാം. എന്നിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ചോറാക്കും. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ കിട്ടി ഞാൻ എൻ്റെ എല്ലാ പണിയും വേഗം തീർക്കും. പക്ഷെ കല്ലുന്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം എനിക്ക് പിന്നെ കിട്ടൂലല്ലോ. അതുകൊണ്ട് മാക്സിമം എൻജോയ്ലുണ്ട്. ചാരുവിന്റെ കൂടെയാണെങ്കിലും ആ ഒരു ചൈൽഡ്ഹുഡ് നല്ലോണം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൊമെന്റ്സും എനിക്ക് ഇപ്പൊ നല്ല ഓർമ്മയാണ്. അതുപോലെ തന്നെ കല്ലുവിന്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഈ ഒരു സമയം ഒക്കെ പിന്നെ കിട്ടൂല. അടുക്കള പണിയും ബാക്കിയുള്ള പണിയെല്ലാം എപ്പോ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഈ ഒരു സമയം തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. ഇത് നമുക്ക് കിട്ടേയില്ല. നമ്മുടെ ലൈഫിൽ പിന്നെ ഒരിക്കലും കിട്ടില്ല. വലുതായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ടു ആ ലൈഫിലേക്ക് വരികയില്ല. അപ്പം ഇവര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ ജാടത്തണ്ടികളായിട്ട് പോവും. പിള്ളേരെല്ലാം വലുതായി പോവും. പിന്നെ ഭയങ്കര ഇംഗ്ലീഷിലായിരിക്കും ഇവിടെ തന്നെയാണെങ്കിലേ. പക്ഷെ എനിക്കിപ്പം
അമ്മ 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 പാട്ടും കൊണ്ട് നടക്കുന്ന കേക്കിന് മോളെ ഇപ്പല്ലേ കിട്ടുള്ളൂ ഇല്ലേ? ഒങ്ങട്ടെ പറ പാവാ ഒങ്ങനെ പറ. അയ്യോ ഒങ്ങിപ്പോയി. അമ്മശത്ത് ഒങ്ങിപ്പോയി പറ. കല്ല് ഒങ്ങിപ്പോയി, കല്ല് ഒങ്ങിപ്പോയി. എങ്ങനെ ഒങ്ങാ? ഒങ്ങിപ്പോയി പറ. ഓക്കെ എന്നാ ചിരി വരുന്നേ. കല്ല് ഒങ്ങിപ്പോയി പറ. അയ്യോ ചിരി. അപ്പൊ ഒന്ന് ഉറക്കട്ടെ ഞാൻ. ഏത് പാട്ടറിയാത്ത അമ്മമാരും പാട്ട് പാടുന്നതും ആരും ഒന്നും പറയൂലെന്ന് പേടിക്കാണ്ട് പാടുന്ന സമയമാണ് കുഞ്ഞുങ്ങൾ ഉറക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്റെ പാട്ട് പാടാറുണ്ട് ഗീസ് അല്ലേ? കല്ലു കല്ലുവിന്റെ ഫേവറേറ്റ് ഏതാണെന്നറിയോ? നമ്മള് പണ്ടത്തെ ആരിരോ നോക്ക് ഇഷ്ടമല്ല. ഓക്കെ ഇഷ്ടം ഫുൾ ഇങ്ങനെ വൈബ് സോങ്ങുകളാ. ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോളേ അമ്മവാർ മുടി കിട്ടുമ്പോളേ ആടിക്കളിക്കുമ്പോഴേ അമ്മവാർ മുടി കിട്ടുമ്പോഴേ ചൂടുന്ന് വെക്കുമ്പോഴേ താളം പിടിക്കണയാ ചൂടുന്ന് വെക്കുമ്പോഴേ താളം പിടിക്കണയാ. ഗൈസ് പാട്ടിനെ ചവിട്ടി കൊന്നൊന്നും ആരും കമന്റ് ചെയ്യണ്ട ഗൈസ്. എന്താന്ന് വെച്ചാൽ എന്റെ മോക്ക് വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെയും പാട്ട് പാടാം. അത് പാട്ടായാലും അത് പാടലായാലും പറയലായാലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പാടും. എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും. അപ്പൊ ഞാനും എന്റെ കലൂസിന് ഇഷ്ടപ്പെട്ട പാട്ടെല്ലാം പാടിയിട്ട് ഉറക്കിയിട്ട് വന്നു. അമ്മോച്ചേ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നും കാണാനും കൽക്കണ്ട കുന്നിന്റെ ഒച്ചയില ചെല്ലുമ്പോൾ അമ്മിളി തമ്പ്രാനെ കോലോ കാണാം. തന താന തന തന താന തന തന തന്നിന്നാരോ. അതല്ല ഒരു ചാരുഴുതില്ല ഒരു വിത്തും വിതച്ചില്ല താനേ മുളച്ചൊരു അതല്ലോ അതല്ല. ഒന്നാം നാളൊരു വട്ടിരണ്ട കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ. കല്ലു തൊട്ടിൽ തന്നെ ഇരുന്ന് ഉറങ്ങി. അപ്പം ഞാൻ പിന്നെ എടുത്ത് കിടത്തിയിരുന്നു വെച്ചാൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോൾ കഴുത്തിന് വേദനയാവില്ലേ, അതുകൊണ്ട് അങ്ങനെ എടുത്ത് ഉറക്കി. അപ്പം നമുക്ക് ചോറ് വേഗമാക്കാം. ഇവിടെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളി അത് റെഡിയാണ്. ഇവിടെയാണ് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇടിമുട്ടിയിൽ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ പണി ഏടെ ആയിട്ടില്ല. കാരി ഇടാൻ നോക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മളെ പോക്കിൽ ഇങ്ങനെ വെച്ച് ഇനിയിപ്പോൾ ഇനിയും കൈ പിടിച്ചിട്ട് വെക്കണം അല്ല. കല്ല് വിടാൻ തുടി വേണോ? പിന്നായിട്ട് കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ട് ഗ്രേവി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ചോറ് നോക്കാം. ഇതാ ചോറും ഓൾമോസ്റ്റ് റെഡിയാണ്. ആവി കാര്യമായിട്ട് കാണുന്നില്ല, റെഡിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മതി. സ്റ്റിൽ നമ്മളെ കുഞ്ഞാപ്പിടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ? ആണോ ആണോ? ആരെന്നും ബിരിയാണി ഉണ്ടാക്കുന്നത്? അമ്മയാണോ കല്ലുവാണോ? കല്ലമ്മയല്ലേ? യെസ് യെസ് ഗോഷ്. നിന്റെ ശൊക്കുമണിയാണേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഗെസ് ഇതാണ് ഫൈനൽ ലുക്ക്. ദമ്മിട്ടിട്ട് അവിടെ വെച്ചാൽ കുറച്ച് നേരം കഴിയണ്ടേ. അപ്പം ആ ചോറ് കുറച്ചെടുത്തിട്ട് മറ്റേ മീനാക്കി ചട്ടിയില്ലേ എൻ്റെ അകത്തിട്ടിട്ട് ആണ് ലേശം തിന്നാൻ നോക്കുന്നതാണ്. കറി തിന്നുന്നത് അമ്മ കാണിച്ച ചുപ്പിടാനാ.
കല്ല് തുപ്പിക്കാന്ന്. കല്ലോ വെറുതെയാണ് അവിടുന്ന് സോപ്പെടുത്ത് കളിക്കുന്നല്ലേ. തൊട്ടുക്ക അപ്പ 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 കുപ്പായെല്ലാം മാറ്റട്ടെ. മിക്സ് ആക്കിയിട്ട് എടുക്കും. ആടെ കച്ചെടുക്കും. ബിരിയാണി എടുക്കുന്നതിനൊരു സ്റ്റൈലുണ്ട് തോന്നുന്നു. ആവശ്യത്തിനെടുത്തോ നീ. സ്മെല്ലുണ്ടല്ല. തിന്നിട്ട് പറ ടേസ്റ്റ് ഉണ്ടോ. എന്തെങ്കിലും പറ, കുഴപ്പമുണ്ട. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മതി. കാലാട്ടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് വായ തുറന്ന് മൊഞ്ഞൂടാ കേട്ടെ. എന്താ എങ്ങനെ അതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കാത്ത കേസ്. നമുക്ക് സംഭവം ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളെ ഇന്നത്തെ മീൻ ബിരിയാണി ഉണ്ടാക്കിയ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന. എനിക്ക് പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നടക്കണമെങ്കിൽ